കാണാതായ ചാവക്കാട് സ്വദേശി തെക്കൻ പാലയൂരിലെ ബിനോയ് തോമസ് കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചുവെന്ന് സ്ഥിരീകരിച്ചു. 5 നാൾ മാത്രം മുൻപാണ് ബിനോയ് കുവൈത്തിലെത്തിയത്. സൂരജ് സജ്ജീരുന്നു. സൂരജ്, കാണാതായി എന്ന് പറയുമ്പോൾ പോലും എവിടെയെങ്കിലും ആശുപത്രിയിലോ ആ ഫ്ളാറ്റിലുണ്ട് എന്നറിയുമ്പോൾ പോലും ആശുപത്രിയിലൊക്കെ സുരക്ഷിതനായിട്ട് ഉണ്ടാകും എന്ന വലിയ പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പ്രതീക്ഷകൾ തീർന്നു അല്ലേ? കാശ്മീർ തീർച്ചയായും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കുടുംബം രാവിലെയും കാത്തിരുന്നത്. ഒന്നും സംഭവിച്ചിട്ടുണ്ടാകില്ല എന്നുള്ളത് തന്നെയായിരുന്നു കുടുംബത്തിന്റെയൊക്കെ ഒരു പ്രതീക്ഷ. പക്ഷേ ഈ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു എന്നുള്ള വാർത്തയാണ് ഈ കുവൈറ്റിൽ നിന്ന് വരുന്നത്. എന്തായാലും ഈ ബിനോയ് തോമസിന്റെ മൃതദേഹം നിലവിൽ അവിടെയുള്ള സുഹൃത്തുക്കൾ തിരിച്ചറിഞ്ഞ് പിന്നീട് ഈ കുടുംബത്തെ വിവരം അറിയിക്കുകയായിരുന്നു. ഈ ബിനോയ് തോമസിനെ കാണാതായതിനെ തുടർന്ന് വലിയ രീതിയിൽ ഈ വിവരങ്ങളടക്കം ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് കൈമാറിയിരുന്നു. പ്രത്യേകിച്ച് ഈ പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാനായിട്ടുള്ള KV അബ്ദുൽ ഖാദർ അടക്കം ഈ കുടുംബത്തെ കണ്ട് ഈ ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങളും അതുപോലെ തന്നെ ഈ പാസ്പോർട്ടിലെ അടക്കം വിവരങ്ങൾ ഈ നോർക്കയ്ക്ക് കൈമാറിയിരുന്നു. തുടർന്ന് അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ കൂടി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ബിനോയിയെ കണ്ടെത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തി. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഈ മോർച്ചറിയിലെത്തി തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ പരിശോധിക്കുന്ന ആ സമയത്താണ് ഈ ബിനോയ് മരിച്ചു എന്ന വിവരം ഇവർ മനസ്സിലാക്കുന്നതും പിന്നീട് ഈ വിവരം കുടുംബത്തിന് കൈമാറുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും ഔദ്യോഗികമായി കുടുംബത്തിന് ഇതുവരെയും വിവരം ലഭിച്ചിട്ടില്ല. പക്ഷെ എന്നാൽ പോലും നോർക്കയും ഈ ബിനോയ് മരിച്ചു എന്ന വിവരം സ്ഥിരീകരിക്കുന്നുണ്ട്. 5 ദിവസം മുൻപാണ് ബിനോയ് ഇങ്ങോട്ടേക്ക് എത്തുന്ന. ഒരു കൊച്ചു വീട് ബിനോയ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ തെക്കൻ പാലിയൂരിൽ പണി കഴിപ്പിച്ചിരുന്നു. ഇതിന്റെ ബാധ്യതയെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ബിനോയ് ഈ കടം വാങ്ങിയ തുകയെല്ലാം സ്വരുക്കൂട്ടിക്കൊണ്ട് 5 ദിവസം മുൻപ് ഈ കുവൈറ്റിലേക്ക് യാത്ര തിരിക്കുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച ബിനോയ് ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. തുടർന്ന് ഈ അപകടം നടക്കുന്നതിന് മുൻപ് 2:30 വരെ കുടുംബവുമായി ബിനോയ് ഫോണിൽ സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് ഈ ഭാര്യ അടക്കം വ്യക്തമാക്കുന്നത്. അതിനുശേഷം ബിനോയ് ഓൺലൈനിൽ ലഭ്യമല്ലായിരുന്നു. അങ്ങനെയാണ് ഈ കുടുംബത്തിനൊരു സംശയം തോന്നുന്നത് ബിനോയ് ഇവിടെയാണ് താമസിച്ചിരുന്നതെന്നും ബിനോയെ കാണാതാകുന്നത് സംബന്ധിച്ചുള്ള ഒരു സംശയം തോന്നുന്നു. ആ സംശയമാണ് ഇപ്പോൾ ഈ ബിനോയ് മരണത്തിൽ എത്തി നിൽക്കുന്നു എന്ന സ്ഥിരീകരണത്തിലേക്ക് ഉൾപ്പെടെ എത്തിച്ചിരിക്കുന്നത്. കാശ്മീർ സൂരജ് സജ്ജയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടിയാണ്, കുടുംബത്തെ നോക്കാൻ വേണ്ടിയാണ്, വീട്ടുകാരെ പോറ്റാൻ വേണ്ടിയാണ്, നാടിനെ പോറ്റാൻ വേണ്ടിയൊക്കെയാണ് പ്രവാസികൾ അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് നാടിൻ്റെ ഒന്നാകെയുള്ള വലിയ വേദനയാകുന്നു.